ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊന്നൊരു അയൺ ഫോൺ ട്യൂട്ടോറിയലായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഈസി ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞോടെ നിങ്ങളുടെ അയണിനുള്ള ഷോർട്ടേജ് എന്തായാലും കുറയും, പ്രോമിസാണ്. ഓക്കെ, സോ നമ്മൾ ഈ ഫാം ഉണ്ടാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ അയൺ ഫാം ഉണ്ടാക്കുമല്ലോ. സോ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കും അയൺ ഗോളം സ്പോൺ ആവാൻ. സോ അയൺഗോളം അവിടെ സ്പോൺ ആവാതെ താഴെ എവിടെയെങ്കിലും വന്ന് സ്പോൺ ആവും, അതായത് ഇവിടെയോ എവിടെയെങ്കിലും വന്ന് സ്പോൺ ആവും. നമ്മുടെ കറക്റ്റ് ഏരിയയിൽ അത് സ്പോൺ ആവണമെന്നില്ല. സോ ഈ ഒരു അയൺ ഫാം പണിയുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഓഷൻ കണ്ടുപിടിച്ച് അവിടെ പണിയെടുക്കുന്ന നല്ലത്. കാരണം ഓഷനാകുമ്പോൾ വേറെ എവിടെയും നമുക്ക് അയൺ ഗോളത്തിന് സ്പോൺ ആവാനുള്ള ഏരിയ ഇല്ല. ഓക്കെ, പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, 250 ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു 150 ബ്ലോക്ക് അപ്പുറം ഒരു വില്ലേജിൻ്റെയോ ഏതെങ്കിലും വർക്ക് സ്റ്റേഷൻ ഓർ എനിത്തിങ് എന്തെങ്കിലും ആയിക്കോട്ടെ, വില്ലേജറിന് വെച്ചുള്ള എന്ത് സംഭവിക്കോട്ടെ, അവിടെ നിന്ന് ഒരു 150 ബ്ലോക്ക്, മാക്സിമം 200, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. ഓക്കെ, അത്ര ദൂരം വന്നിട്ട് വേണം ഉണ്ടാക്കാൻ. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഫാം എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ ഫാം തുടങ്ങാനായിട്ട് ഇങ്ങനെ ബ്ലോക്ക് വെച്ച് മുകളിലേക്ക് പില്ലർ ചെയ്യുക. ആൻഡ് ഓക്കെ, ഇത് മതി. ഓക്കെ, ദെൻ ഒരു ബ്ലോക്ക് കുറയ്ക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 2, ഓക്കെ, ഇതേപോലെ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ചെസ്റ്റ് 2 ലൈക്ക് ദിസ്. ഓക്കെ, ഇത്ര വളരെ ഈസി ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, ഈസിയാണ്. അതിനുശേഷം ഒന്നുകൂടി വെക്കുക, കാരണം നമുക്ക് ഹോപ്പർ കണക്ട് ചെയ്യണം. സോ 3 വീണ്ടും വയ്ക്കുക. ഓക്കെ, ദെൻ ഹോപ്പർ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ബ്ലോക്ക് ആൻഡ് ഇവിടെ ഒരു ബ്ലോക്ക്. ഓക്കെ, ദെൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക ലൈക്ക് ദിസ്. ഓക്കെ, ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളിക്ക് ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു 2 ബ്ലോക്ക്. ഓക്കെ, 2 ബ്ലോക്ക് മോളിക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ലൈക്ക് ദിസ്. ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഗ്ലാസ് വയ്ക്കാം. ഓക്കെ, ഗ്ലാസ് വെച്ചും കൂടാ, നമുക്ക് ചെസ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് വെച്ചത്, ബ്ലോക്ക് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു 5 ബ്ലോക്ക് മുകളിലേക്ക് പോവുക. ഇതേ സെയിം ലെയർ ഒരു 5 ബ്ലോക്ക് മുകളിലേക്ക് പോവുക. ഓക്കെ, ലൈക്ക് 1 2 3 4 5. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. ഓക്കെ, 5 ബ്ലോക്ക് മുകളിലേക്ക് വന്നതിന് ശേഷം ഇതേപോലെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ബോർഡ് പ്ലേസ് ചെയ്യുക. ഓക്കെ, സൈൻ ബോർഡ് നമ്മൾ ഈ ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഈ ബ്ലോക്ക് തൊട്ട് വയ്ക്കുക. കാരണം ലൈക്ക് കാണിച്ചു തരാം, 1 2 3. സോ ഇതേപോലെ വയ്ക്കുക. ഓക്കെ, 3 ബ്ലോക്കിൽ ഇതുപോലെ തന്നെ വയ്ക്കണം. ഓക്കെ, സെറ്റ്. സൈൻ ബോർഡ് വെച്ചതിന് ശേഷം താഴെയുള്ള ബ്ലോക്ക്, അതായത് നമ്മൾ ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ടാണ് സൈൻ ബോർഡ് വെച്ചത്, താഴെയുള്ള ബ്ലോക്കിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാവ ബക്കറ്റ് എടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഈ ലാവ ഒഴിക്കുക. ഓക്കെ, കറക്റ്റ് സെൻറ്റർ എത്തുമ്പോൾ ഇതേപോലെ ആവും. ഓക്കെ, ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇതേപോലെ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 4 സൈഡും, അതായത് ഈ 4 സൈഡ് ഉണ്ടല്ലോ, ഈ 4 സൈഡിൽ നിന്നും 7 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ലൈക്ക് കാണിച്ചു തരാം, 1 2 3 4 5 6 7. സോ ഇതേപോലെ എല്ലാ സൈഡിലും എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതേപോലെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇത് ഫുള്ള് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക ആൻഡ് ലൈക്ക് ഇങ്ങനെ. ഓക്കെ, ഇതേപോലെ ഇതിൻ്റെ ചുറ്റും വയ്ക്കുക. സോ ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ കോർണറിൽ ഇങ്ങനെ 3 ബ്ലോക്ക് വയ്ക്കുക, എന്നിട്ട് താഴെ ഒരു ബ്ലോക്ക് കൂടി വയ്ക്കുക. ഓക്കെ, സോ അതന്നെ ഈ 4 സൈഡ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ. അതിനുശേഷം വാട്ടർ ബക്കറ്റ് ഒഴിക്കുക. സോ അതിനുശേഷം എല്ലായിടത്തും ഇത് ഇൻഫിനിറ്റ് ആയി കൊടുക്കുക, കാരണം എല്ലാ ബ്ലോക്കിലും ഒഴിക്കുക. ഓക്കെ,
ബ്ലോക്ക് നോക്കാം. ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്യാണ്ട് വയ്ക്കണം. ഓക്കെ, അതൊന്ന് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇതും കൂടി കൂടി ഇവിടെ ഒരു ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് ഇത് ഇങ്ങനെ വെക്കണത്. ഓക്കെ, സോ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇതേപോലെ വരും, വെള്ളമൊന്നും പോവാതെ കറക്റ്റ് ഇവിടെ വന്ന് സ്റ്റോപ്പ് ആവും. അതിനുശേഷം ലീവ്സ് എടുക്കുക. ഓക്കെ, ഏത് മരത്തിൻ്റെയും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ വയ്ക്കാൻ. കാരണം ഇതിൻ്റെ മുകളിൽ വേറെ ഒന്നും സ്പോൺ ആവാണ്ടിരിക്കാനായിട്ട്, പൂച്ചയോ അയൺകോളോ ലീവ്സ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കാണാൻ ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ ബ്ലോക്ക് ചെയ്ത്, ഓക്കെ, ഇങ്ങനെ വന്നിട്ട് സെൻറ്ററിൽ ബ്ലോക്ക് ആക്കുക. ഓക്കെ, അതായത് ലൈക്ക് ദിസ്, ഇങ്ങനെ സെൻറ്ററിൽ ഒരു ബ്ലോക്ക് നിൽക്കുന്ന പോലെ കാണിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്ലോക്ക് 1, അത് കഴിഞ്ഞിട്ട് 2, 3, 4. ഓക്കെ, ഇതെല്ലാം പൊട്ടിച്ചോളാം. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. സോ ഇവിടെ എങ്ങനെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് 3 ബ്ലോക്ക്, 1, 2, 3. ഓക്കെ, ദെൻ ഇവിടേക്ക് 3, 1, 2, 3. ഓക്കെ, ദെൻ ഇവിടേക്ക് 1, 2, 3. സെയിം ഇവിടെ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ഓരോ സൈഡിൽ 2 ബ്ലോക്ക് വീതിയിൽ വെക്കുക. അതായത് 1, 2. അതേപോലെ ഇവിടെ ഇതേപോലെ 3 സൈഡിലും ചെയ്യാം. അതായത് 1, 2, 3, 4, 5. ഓക്കെ, സോ ഇതേപോലെ. ഓക്കെ, അതായത് 4 സൈഡിലും 2 ബ്ലോക്ക് വയ്ക്കുക, ലൈക്ക് ഇതേപോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ബെഡ് എടുക്കുക, പ്ലേസ് ചെയ്യുക. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് വയ്ക്കുക. ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക് ആൻഡ് ഇവിടെ ഒരു ബ്ലോക്ക്. ഓക്കെ, സോ ഇത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ വർക്ക് സ്റ്റേഷൻ വെക്കാം. നമുക്ക് ഏത് വർക്ക് സ്റ്റേഷൻ വേണമെങ്കിലും വെക്കുക. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്ലെക്സിങ് ടേബിൾ വെക്കാനാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക. ഓക്കെ, സോ 5 എണ്ണം, ലൈക്ക് 1, 2, 3, 4, 5. നിങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റ് 5 വർക്കിന് ശേഷം കറക്റ്റായിട്ട് കൊള്ളും. ഓക്കെ, സോ 1, 2, 3, 4, 5 കണ്ടോ? അതുപോലെ കറക്റ്റായിട്ട് 4 സൈഡിലും കറക്റ്റായിട്ട് കൊള്ളുമ്പോൾ 20 ബ്ലോക്ക്, 20 വർക്ക് സ്റ്റേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അതാ ഇതേപോലെ. അതിനുശേഷം ഇത് ഒരു ബ്ലോക്ക് കൂടി ഹൈറ്റിലേക്ക് പണിയാം. ഓക്കെ, സോ ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് വയ്ക്കാം. നിങ്ങൾക്ക് ഗ്ലാസ് വെക്കണമെന്നില്ല, ഈ ബ്ലോക്ക് അതിലും വെച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു ഭംഗിക്കാണ് ഗ്ലാസ് വെക്കണമെന്നുള്ളൂ. ഓക്കെ, ഗ്ലാസ് വയ്ക്കാം. ഗ്ലാസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് നമുക്ക് വില്ലേജേഴ്സിനെ കൊണ്ടിടുക എന്നുള്ളതാണ്. സോ 2 വില്ലേജറിനെ കൊണ്ടിട്ടാൽ മാത്രം മതി. പിന്നെ കുറച്ച് ഫുഡും കൊടുക്കുക. അവർ തന്നെ അത് ബ്രീഡായി 20 എണ്ണം ആയിക്കോളും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രീൻ കോട്ട് ഒരിക്കലും ഈ ഫാമിലി പാടില്ല. കാരണം അതുണ്ടെങ്കിൽ ഒരിക്കലും ഇത് വർക്കാവില്ല. ബ്രീഡ് ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ നിൽക്കുക. കാരണം ഗ്രീൻ കോട്ടിൻ്റെ ഇടയിൽ വളരാൻ വളരെ ചാൻസ് കൂടുതലാണ്. സോ അവർ വളർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ കൊല്ലാം. കാരണം നമുക്ക് അതുകൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജർ ഇടാം. അപ്പോൾ ഞാൻ ക്രിയേറ്റീവ് വേണ്ട വില്ലേജറെ സ്പോണാക്കാം. 1, 2. അവർ ലിങ്കാണ് കറക്റ്റ്. ഓക്കെ, അവർ 2 രൂപ കറക്റ്റ് ലിങ്ക് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി 18 എണ്ണം കൂടി ഇടാം. 20 വില്ലേജ് കറക്റ്റ് ആയിട്ടുണ്ട്. സോ അവരെല്ലാവരും ജോലി എടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ റൂഫ് മൂടാം. കാരണം റൂഫ് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ടർ സ്റ്റോം വന്ന് ഇവരൊക്കെ വിച്ചായി പോകും. ഓക്കെ, ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഇത് പൊട്ടിച്ചോളാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി പൊട്ടിച്ചോളാം. ഓക്കെ, മൂടണ മുമ്പ് നമ്മൊരു കാര്യം നോക്കാനുള്ളത്, ഇവിടെ ഒരു ടോർച്ച് വെക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ സോംബി സ്പോൺ ആയി കഴിഞ്ഞാൽ പിന്നെ 20 വില്ലേജറും കഥം ഹോകെ. സോ നിങ്ങളിവിടെ ടോർച്ചൊക്കെ ഒരിക്കലും മറക്കരുത്. സോ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ലീഫ് വെക്കാം. വെൺകുളം ഇതിൻ്റെ മുകളിൽ സ്പോൺ ആകരുത്. ഓക്കെ, സോ നമ്മൾ ലീഫ് വെക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻ്റെ. ഇനി നമുക്ക് ഇത് ഇത്രേ ഉള്ളൂ. നമ്മുടെ അയൺ ഫാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി അയൺ ഫാമാണ്. സോ അത് വർക്കിംഗ് ആണോ നമുക്ക് നോക്കാം. ഓക്കെ, അതാ 2 അയണുകളും ഒരുമിച്ച്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൂ. സോ വർക്കിംഗ് ആണ്, നല്ല ഈസിയാണ്, നല്ല എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, 1 മണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി ലൂട്ടിട്ടുണ്ടാ. നല്ല വർക്കിംഗ് ആണ്.
നിങ്ങൾക്കിപ്പോൾ കാണാം അയൺകുളം വന്ന് വീഴുന്നുണ്ട്. ഒരു മണിക്കൂറൊക്കെ AFK നല്ല ലൂട്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ എൻ്റെ സർവൈവൽ സീരീസിൽ ഇതേ സെയിം ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല എഫിഷ്യൻ്റാണ്. ഓക്കെ, നമുക്കിപ്പോൾ കാണിച്ചു തരാം. ഒരു അയൺകുളം ലൈവായിട്ട് ഇവിടെ കാണിച്ചു തരാം. ഇനി ഇത് ആരും വർക്കാവില്ലെന്ന് പറഞ്ഞ് വരരുത് കേട്ടോ, കാരണം ഇത് കറക്റ്റ് വർക്കാവുന്ന സാധനമാണ്. നല്ല എഫിഷ്യൻ്റായിട്ട് വർക്കാവും. ഓക്കെ, ഇതാ നോക്ക് അവരിവിടെ നിന്ന് വീണ് ചാവും. ഓക്കെ, അത്രേ ഉള്ളൂ.